നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും നിങ്ങൾ, പക്ഷെ പലപ്പോഴും അറിയാതെ റൂട്ട് മാറി പിടിക്കാറുണ്ടോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്? അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, ഓൺലി ബിക്കോസ് ഓഫ് ദെയർ ഓവർ കോൺഫിഡൻസ്. അത് ചെറിയ അബദ്ധമാണെങ്കിലും അതിൽ നിന്നും വരുന്ന ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് പലപ്പോഴും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് തിങ്കിങ് ട്വൈസ് ഈവൻ ഇഫ് യു ആർ ടു മച്ച് എക്സ്പീരിയൻസ്. റോഡ് ആക്സിഡൻസ് സംഭവിക്കുന്നത് പലപ്പോഴും പുതിയ ഡ്രൈവേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല, പക്ഷെ അവരുടെ ഓവർ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അത്ര തന്നെ എന്തുണ്ടായിരിക്കില്ല, ശ്രദ്ധയുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ മേജർ റീസൺ. അതായത് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മുടെ മൈൻഡിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് കാറിലോ ബൈക്കിലോ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളായിരിക്കും ഓഫീസിൽ, പക്ഷെ സൺഡേ നിങ്ങൾക്ക് ഓഫീസില്ല, യു ആർ ഗോയിങ് സംവെയർ എൽസ്. പക്ഷേ ഓഫീസിന്റെ സ്ഥലം എത്തുന്ന സമയത്ത് അറിയാതെ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. കാരണം നമ്മളുടെ റുട്ടീൻ ആയതുകൊണ്ട് തന്നെ വി ട്രസ്റ്റ് അവർ സെൽഫ്. ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാനും അങ്ങനെ അറിയാതെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നമ്മൾ റീതിങ്ക് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ചുറ്റിലുള്ള വേൾഡ് എന്ന് പറയുന്നത് ഓൾവേസ് ചേഞ്ചിങ്, എസ്പെഷ്യലി ടെക്നോളജീസ് ചേഞ്ചിങ്. ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വഴി സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ഒരു ഫയൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്ത് സബ്മിഷൻ, അതാണ് നമ്മുടെ പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ അത് സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ പെട്ടെന്നൊരു ദിവസം ടെക്നോളജി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയില്ല, ഓൺലി ബിക്കോസ് നമുക്കറിയാലോ ഇതെല്ലാം, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നും ചെയ്യുന്നത് പോലെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പക്ഷെ സത്യത്തിൽ പുതിയ അപ്ഡേഷൻ അറിയാത്ത ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവരുടെ സബ്മിഷൻ അത് ഫെയിൽ ആയിട്ട് പോകുന്നു. എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് മറ്റൊരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റൽ ആവും, അതുപോലെ തന്നെ ഇമോഷണൽ ആവും. ആരെങ്കിലും നമ്മൾ തിരുത്തുന്ന സമയത്തെ, അതായത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഇല്ല, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ അറിയാതെ പറയാറുണ്ട്. സോ അത്തരം ജഡ്ജ്മെന്റൽ സ്വഭാവമൊക്കെ ഈ എക്സ്പീരിയൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ട്രസ്റ്റ് കൂടുമ്പോൾ സംഭവിക്കാറുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും 2 തവണയെങ്കിലും ചിന്തിക്കണം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എന്ന് പ്രത്യേകം ഊന്നി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചിന്ത പലപ്പോഴും ഒരു ലൈഫിനെ തന്നെ സേവ് ചെയ്യാനും നമ്മുടെ ലൈഫ് ലോങ് ഒരു റിഗ്രറ്റ് തന്നെ ഇല്ലാതാവാനും സഹായിക്കാറുണ്ട്. അതായത് നമ്മൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ കാര്യം എടുക്കുക, ഈ ഓപ്പറേഷൻസിലൊക്കെ പലപ്പോഴും മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട് അല്ലെ, പലർക്കും ജീവൻ നഷ്ടപ്പെടാറുണ്ട്, പല പ്രോബ്ലംസ് നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്നുണ്ട്. അത് അവർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടോ സ്കിൽ അല്ലാത്തത് കൊണ്ടല്ല, അവരുടെ ഒരു ചെറിയ അശ്രദ്ധ. അതായത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരോടുള്ള ട്രസ്റ്റും അവരുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടും മാത്രം സംഭവിക്കുന്ന മിസ്റ്റേക്സ് ആണത്. പിന്നെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സംഗതി തന്നെയാണ്. കാരണം ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരാളെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ് തന്നെയാണ്, നോ ഡൗട്ട് അറ്റ് ആൾ. പക്ഷെ അതേസമയം ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുന്നതുകൊണ്ടോ മറ്റൊരാളോട് റെഫർ ചെയ്യുന്നത് കൊണ്ടോ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് കൊണ്ടോ നമ്മൾ നമ്മുടെ ബുദ്ധി ഇല്ലാതാവുന്നോ ഒന്നുമല്ല. അപ്പൊ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും റീചെക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്കില്ലില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നൊന്നും അർത്ഥമാക്കുന്നില്ല. പകരം യു വാല്യൂ യുവർ വിസ്ഡം. താങ്ക് യു.